എല്ലാവരും കൂടി ചേർന്ന് പാടിയുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യം ഞാൻ വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. പിന്നീടുള്ള പ്രാർത്ഥന നമ്മൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ പ്രാർത്ഥനയാണ്. യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച സ്വർഗത്തിലെ പ്രാർത്ഥനയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കേൾവിക്കാരായിട്ടുള്ള മക്കളെ വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 616 ചട്ടങ്ങൾ ജീവിതത്തിൽ പാലിച്ച, ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആരാധനകൾക്കും പരിധി നിലനിർത്തുകയും
ചട്ടങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പാലിക്കുകയും ചെയ്ത യഹൂദജനത്തെ കർത്താവ് നോക്കി ഈ പ്രാർത്ഥന പഠിപ്പിച്ച പശ്ചാത്തലം അതാണ്. 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചു, യേശുക്രിസ്തു ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന കപടഭക്തിക്കാരെ പോലെയുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾ കിണ്ടികണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുകയാണ്, അകമേയോ സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വെള്ളം തേച്ച ശവക്കല്ലറകളാണ്, പുറമേ മോടിയാണ്, എന്നാൽ അകമേ അശുദ്ധി നിറഞ്ഞിരിക്കുന്നു. ആ ഭാഗം നമ്മൾ ഒരിക്കൽ പ്രസംഗമധ്യേ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഞാൻ പ്രാർത്ഥനയെക്കുറിച്ചൊരു പ്രസംഗം ഇവിടെ ചെയ്തിരുന്നു എന്നുള്ളത് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ അനുഷ്ഠാനങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതായിട്ടുള്ള ജനത്തെ നോക്കിക്കൊണ്ട് യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു പഠനമാണ് ഇന്ന് എവൻഗേലിയോനായി വായിച്ചു കേട്ട ഭാഗം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരിക്കണം, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ വാക്യം തന്നെ വളരെ സിമ്പിളാണ്, നമുക്ക് വായിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ആ ഭാഗമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അന്ന് നിലനിന്നതായിട്ടുള്ള വ്യവസ്ഥിതി മനുഷ്യത്വത്തിന് പ്രാധാന്യമില്ലായിരുന്നു, മനുഷ്യമൂല്യങ്ങൾക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകേണ്ടത്. നിങ്ങൾക്ക് ഭക്തിയുണ്ട്, പക്ഷെ അത് വെറും കാപട്യമാണ് എന്ന് യേശു അവിടെ സൂചിപ്പിക്കുന്നത്. കാരണം അതിൻ്റെ കാരണവും താഴോട്ട് പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന കാപട്യമായി മാറിയിരിക്കുന്നത്, കപടഭക്തിയായി മാറിയിരിക്കുന്നത്? എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല, എല്ലാ പ്രാർത്ഥനയും ദൈവം മുമ്പാകെ എത്തുകയുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. പരസ്യ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആളുകളുടെ രഹസ്യ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും കുറവ് ഉണ്ടാകരുത്. ഒരുപക്ഷെ പരസ്യ പ്രാർത്ഥനയിൽ നമുക്കതിനുള്ള അവസരങ്ങൾ വളരെ കുറവായിരിക്കാം. ഒരു പ്രാർത്ഥനയിലോ കൂട്ടായ്മയിലോ വന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരാരാധന മധ്യേ പ്രാർത്ഥിക്കാനായിട്ടുള്ള അഭിവാഞ്ചകളും അവസരങ്ങളും നമുക്ക് കുറവായിരിക്കാം. എന്നാൽ നമ്മുടെ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരിക്കണം എന്ന് യേശു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അതുപോലെ തന്നെ യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്ന, അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യമാണ് ജൽപ്പനം ചെയ്യുകയാണ്. പ്രാർത്ഥിക്കയിൽ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യുകയാണ്. അനേക വാക്കുകൾ ഉച്ചരിക്കുകയാണ്. ദൈവത്തിനറിയാം, നമ്മൾ 10 വാക്ക് പ്രാഗൽഭ്യത്തിൽ ഉച്ചരിക്കുന്നതിനേക്കാളും ഒരു വാക്ക്, ഒരു വാചകം പറയുന്നത് ദൈവത്തറിയാം. അതുകൊണ്ടാണ് അതിഭാഷണത്താൽ ഉത്തരം കിട്ടിയെന്ന് ഒരിക്കലും വിചാരിക്കരുത്, ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ല അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ഇതേ സമയത്ത് പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ച ചില വാചകങ്ങൾ മാത്രം പറഞ്ഞ ശേഷം അടുത്ത പറയാത്ത ചില ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. എല്ലാ പ്രാർത്ഥനയും ദൈവമുമ്പാകെ ആയിരിക്കണം. എല്ലാ പ്രാർത്ഥനയും ദൈവമുമ്പാകെ ആയിരിക്കണം. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനോ മനുഷ്യരുടെ മുമ്പിലോ ആരും പ്രാർത്ഥിക്കാൻ പാടില്ല. യൂദായുടെ പ്രാർത്ഥന ആരുടെ മുമ്പാകെ ആയിരുന്നു എന്നറിയാമോ? യൂദ ആരോടാണ് പ്രാർത്ഥിച്ചത്? യൂദ പ്രാർത്ഥിച്ചത് പള്ളിപ്രമാണിമാരോടാണ് പ്രാർത്ഥിച്ചത്. അത് പ്രാർത്ഥനയായിട്ട് കണക്കൂട്ടാൻ പറ്റിയില്ല. പള്ളിപ്രമാണിമാരുടെ മുന്നിൽ 30 വെള്ളിക്കാശ് എറിഞ്ഞ് കളഞ്ഞ ശേഷം യൂദ എന്ത് ചെയ്തു? കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. അപ്പം യൂദായുടെ പ്രാർത്ഥന ദൈവത്തോടായിരുന്നുവെങ്കിൽ തീർച്ചയായും സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.
എന്നാൽ യൂദ ചില അനുതാപം തോന്നി. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തെന്നുള്ള അനുതാപം യൂദയ്ക്ക് തോന്നി. പക്ഷേ അനുതാപം ആരുടെ മുമ്പാകെയായിരുന്നു? പള്ളിയിലെ അധികൃതരുടെ മുമ്പാകെയായിരുന്നു. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും ദൈവമുമ്പാകെ നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത് ഞാൻ പറഞ്ഞു, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് പ്രാർത്ഥന. നമ്മളും നമ്മുടെ പിതാവായ ദൈവവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ദ ബേസിസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് പ്രയർ. ആരാധനകളിൽ പ്രാർത്ഥനകൾ പ്രാധാന്യമറിയിക്കുന്നു. ബൈബിൾ ക്ലാസ്സുകളിൽ പ്രാർത്ഥനകൾ പ്രാധാന്യമറിയിക്കുന്നു. ഒരു വിശ്വാസിയുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും പ്രാർത്ഥന നിർണായകമായ സ്ഥാനം വഹിക്കുന്നു. പ്രാർത്ഥനയില്ലാത്ത ജീവിതം ഒരിക്കലും നിലനിൽപ്പിൻ്റെ ജീവിതമല്ല. പ്രാർത്ഥനയില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് മതിലില്ലാത്ത സ്കൂൾ പോലെയാണ്. ഒരു മതിലില്ലാത്ത സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. വഴിയെ ഒരു ആന പോന്നു. അപ്പോൾ ഈ മതിലില്ല. കുട്ടികളെല്ലാം എന്തു ചെയ്യും? ക്ലാസ് മുറിയിൽ നിന്ന് അധ്യാപകൻ പറഞ്ഞാലും അവരെന്ത് ചെയ്യും? ആനയെ കാണാനായിട്ട് ഇറങ്ങും. ഇതുപോലെയാണ് പ്രാർത്ഥനയില്ലാത്ത ജീവിതം എന്ന് പറയുന്നത്. തകർക്കപ്പെട്ട മരണത്തിൻ്റെ ജീവിതമാണ് പ്രാർത്ഥനയില്ലാത്ത ജീവിതം. അതുകൊണ്ട് പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള വലിയ ബന്ധമാണ്. പിന്നീട് ഞാൻ പറയുകയുണ്ടായി, പ്രാർത്ഥന ദൈവനിയോഗവും ശുശ്രൂഷയുമാണ്. അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവയാണ്. ദൈവനിയോഗമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശുശ്രൂഷയാണ്. ഈ ജെറുസലേം മാർത്തോമ ഇടവകയിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് കൂടിയിരിക്കുന്നത്. വിശുദ്ധ കുർബാന എന്നാണ് അതിനെ പറയുന്നതെങ്കിലും അനേക പ്രാർത്ഥനകൾ ഒരുമിച്ച് ചേരുന്ന പ്രാർത്ഥനാ സമാഹാരമാണ് ഈ വിശുദ്ധ കുർബാന. അതിൻ്റെ ഇടയ്ക്ക് എഴുതപ്പെട്ട ചില പ്രാർത്ഥനകൾ നമ്മൾ ഉരുവിടും. എന്നാൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് രഹസ്യത്തിൽ നമ്മൾ ധാരാളം പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ടി.എൽ. മൂഡി എന്ന് പറയുന്ന പ്രാർത്ഥനാ മനുഷ്യൻ പറഞ്ഞു, ഒരു ദിവസം ഒരു മനുഷ്യന് അനേകായിരം പ്രാർത്ഥനകൾ ഉരുവിടുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രാർത്ഥന ദൈവനിയോഗവും ഒരു സർവീസുമാണ്, ശുശ്രൂഷയുമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആത്മാർത്ഥതയുടെ ഉദാഹരണമാണ് പ്രാർത്ഥനകൾ എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അതോടൊപ്പം തന്നെ അന്ന് ഞാൻ പറഞ്ഞു നിർത്തിയത്, പ്രാർത്ഥന ഒരു പുതിയ ജീവിത ശൈലിയാണ്. എ ന്യൂ ലൈഫ് സ്റ്റൈലാണ് പ്രാർത്ഥന. അത് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ യാത്രയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, മടങ്ങി വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, വാഹനത്തിൽ കയറുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യൻ ഒരു ദിവസം അനേകായിരം പ്രാർത്ഥനകൾ ഉരുവിടുവാനായിട്ട് കഴിയും. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ജീവിത വിശുദ്ധിയുടെ മുഖാന്തരവുമായി തീരണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടിയെന്നാണ് അവർ കരുതുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധിയുള്ള പ്രാർത്ഥനയായിരിക്കണം, അത് അനുഗ്രഹത്തിൻ്റെ മുഖാന്തരമായി തീരും എന്ന് നമുക്ക് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനയും ഒരുപോലെയല്ല. ഒരു രോഗിയെ കാണാൻ പോകുമ്പോഴുള്ള പ്രാർത്ഥനയും, ഒരു കുട്ടിയെ പ്രാർത്ഥിച്ചു വിടുന്ന പ്രാർത്ഥനയും, ഒരു വിവാഹത്തിന് പ്രാർത്ഥിക്കുന്നതും, മരണവീട്ടിലുള്ള പ്രാർത്ഥനയും, മരണാസന്നമായ ഒരു രോഗിയെ കാണാൻ പോകുന്ന പ്രാർത്ഥനയും ഒരുപോലെയുള്ള പ്രാർത്ഥനയല്ല. പ്രസംഗം കഴിഞ്ഞുള്ള പ്രാർത്ഥന അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അത് പ്രസംഗത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ ആ പ്രാർത്ഥനയിൽ ഉരുവിടാൻ പാടുള്ളൂ. ഇവിടെ പ്രാർത്ഥിക്കുന്ന പല പ്രസംഗം കഴിഞ്ഞുള്ള പ്രാർത്ഥനകളും പ്രസംഗം കഴിഞ്ഞുള്ള പ്രാർത്ഥനയല്ല. അത് പിന്നെ ഞാൻ അനങ്ങാതെ കേട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് സംഘടനക്കാരും സൺഡേ സ്കൂളും അധ്യാപകരും ഞങ്ങളുടെ സേവ്യാ സംഘവും ഞങ്ങളുടെ ഇടവമിഷനും ഞങ്ങളുടെ സീനിയർ സിറ്റിസണും ഇതൊക്കെ അവിടെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അതെല്ലാം നമ്മൾ ആരാധന മധ്യേ ഉച്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രസംഗത്തിന് ആധാരമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പ്രസംഗത്തിൽ ഒന്നോ രണ്ടോ പോയിൻ്റ് കണ്ടുപിടിച്ച്, കർത്താവേ ഞങ്ങൾക്ക് പ്രാർത്ഥനാ ജീവിതം തരണമേ, ഞങ്ങൾക്ക് വിശുദ്ധി തരണമേ, വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ വരുവാനായിട്ട് ഇടവരണേന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ ചില പ്രാർത്ഥനയ്ക്ക് ഒരു പോയിൻ്റ് പോലും നമുക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ കാഠിന്യമുള്ള വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്, ഒരു പോയിൻ്റ് പോലും കിട്ടുകയില്ല. അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ കർത്താവെ കേട്ട വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഇടവരുത്തണമെന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കാം. കേൾക്കുന്നുണ്ടോ? അവസാനിപ്പിക്കാം. അതുകൊണ്ട് എന്നാൽ ഞാൻ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ പല പ്രാർത്ഥനയ്ക്കും ചെന്നിട്ട് പറയും 2 പേര് പ്രാർത്ഥിക്കാമെന്ന് പറയും. മധ്യസ്ഥ പ്രാർത്ഥനയല്ല, 2 പേർക്ക്. പിറ്റേ ആഴ്ച റിപ്പോർട്ട് എഴുതുമ്പോൾ പറയും മധ്യസ്ഥ പ്രാർത്ഥനയെ 2 പേര് പ്രാർത്ഥിച്ചു എന്ന് പറയും. എന്നാൽ
ഏത് പന്തൽ കണ്ടാലും അത് കല്യാണപ്പന്തൽ എന്ന് പറയുന്നത് പോലെ ഏത് പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന ആഹ്വാനമാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരണം നടന്ന ഭവനത്തിലെ മക്കൾക്ക് സമാധാനം ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളാണ് വരുന്നത്. അല്ലാതെ മരിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കാം, മരിച്ച ദാനിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയരുത്. മരണം നടന്ന ഭവനത്തെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം എന്ന് പറയണം. മരിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വാക്കുകൾ പറയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ആരാധന ആഹ്വാനമാണ്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയണം. പല പ്രാർത്ഥനകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥനയുമല്ല, മധ്യസ്ഥതയുമല്ല, ഒരുമാതിരി അവിയൽ പരുവത്തിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ പറയും, കർത്താവേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പ്രാർത്ഥിക്കാം. അത് മധ്യസ്ഥ പ്രാർത്ഥനയല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അനേക പ്രാവശ്യം ഞാൻ പ്രാർത്ഥനയ്ക്ക് ആളുകൾ പല പള്ളിയിലും പോകുമ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയും എങ്ങനെ വേണം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാർത്ഥിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ടല്ല. വിദ്യാഭ്യാസമുള്ളവരല്ല പ്രാർത്ഥിക്കുന്നത്. എനിക്കൊരു പഠനവുമില്ല, ഞാൻ ഒന്നുമില്ലാത്ത ആളാണ്. നമ്മളാരും ദൈവസഭയിൽ വിദ്യാഭ്യാസമുള്ളവരല്ല. എന്നാൽ പ്രാഥമികമായ ചില വിദ്യാഭ്യാസങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വിദ്യാസമ്പന്നതയല്ല പ്രാർത്ഥനയുടെ അടിസ്ഥാനം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വരമാണ്, ഒരാത്മീയമായ നിർവൃതിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതൊരു വരമാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് സന്ദർഭമനുസരിച്ചുള്ള പ്രാർത്ഥനയായിരിക്കണം. ഒരിക്കൽ മാരാമൺ കൺവെൻഷന് നമ്മുടെ അഭിനന്ദ ജോസഫ് മാർത്തോമ നൈരന്യസ് തിരുമേനി വർഷങ്ങൾക്ക് മുമ്പ് മധ്യസ്ഥ പ്രാർത്ഥന എടുത്തു. അപ്പോൾ തിരുമേനി പറഞ്ഞു, നമ്മുടെ തിരുമേനിമാർക്ക് വേണ്ടിയും അച്ഛന്മാർക്ക് വേണ്ടിയും സുവിശേഷകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു അമ്മച്ചി എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ തിരുമേനിമാരെയും തെള്ളിയൂരുള്ള ഞങ്ങളുടെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളുകളെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ തിരുമേനിമാരും അച്ഛന്മാരും സുവിശേഷകരെയും കുറിച്ചുകൂടെ ചേർന്ന് തെള്ളിയൂരുള്ള ബുദ്ധിമാന്ദ്യം സംഭവിച്ച പിള്ളേരെ കൂടെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ട കാര്യമില്ല. അത് സന്ദർഭമില്ലാത്ത വാക്കുകളാണ്. പറഞ്ഞ വാക്കുകൾ 3 ഉള്ളൂ. അതിനനുസരിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അസ്ഥാനത്ത് നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും രൂപവും മാറിപ്പോകുന്നു എന്നുള്ളത് ഓർക്കണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പട്ടം കിട്ടി ഇറങ്ങിയ സമയത്ത് ഞാനൊരു പള്ളിയിൽ ഒരു രോഗിയെ കാണാനായിട്ട് പോയി. അദ്ദേഹം മരിക്കാറായി കിടക്കുന്ന രോഗിയാണ്, പക്ഷേ മരിക്കുമെന്നുള്ള വിചാരത്തിലല്ല അവിടെ ചെന്നത്. അപ്പോൾ എൻ്റെ കൂടെ പ്രായമുള്ള ഒരു അച്ചായനും കൂടെ വന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ പാട്ട് പാടി പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അച്ചാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ കൂടെ വന്നതല്ലേ വൈസ് പ്രസിഡൻറ്റുമാണ്, എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ച് കൊടുത്താൽ അദ്ദേഹം വീണ്ടും പാടി, മൺമയാമാമീ ഉലകിൽ, മരിച്ചില്ല കിടക്കുന്നേ ഉള്ളൂ, മൺമയാമാമീ ഉലകിൽ കാൺമതും മായ. എൻ്റെ തൊലി അങ്ങ് പൊളിഞ്ഞു പോയി. ആ ആളുകളെല്ലാവരും എന്നെ നോക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ സന്ദർഭമില്ലാത്തൊരു പാട്ട് അവിടെ പാടി. അദ്ദേഹം മരിച്ചില്ല, മരിച്ചു കഴിയുമ്പോൾ ഈ പാട്ട് പാടണം, പക്ഷേ മരിക്കാറായി കിടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇത്രയുമാണ്, കർത്താവേ ഈ കിടക്കുന്ന യോഹന്നാച്ചാൻ സുഖമില്ലാതെ കിടക്കുകയാണ്, എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനായി സ്തുതിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇഷ്ടം അവിടുന്ന് അറിയുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ, ആശ്വാസം നൽകണമേ, ഈ മകനെ അവിടുത്തെ ഹിതപ്രകാരം അവിടുന്ന് സൗഖ്യം നൽകണമേ. എന്നാലും ഞങ്ങളുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കണം. അതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കണം. അദ്ദേഹത്തെ റിവേക്കനിങ് നടത്തുന്ന ഒരു പ്രാർത്ഥനയായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അദ്ദേഹം ഇനി 6 മാസം കൂടെ ജീവിച്ചിരിക്കേണ്ട ആളാണെങ്കിലും ഉടനെ തന്നെ മരിച്ചു പോകും. കാരണം എന്താണ്, മരിച്ചപ്പെട്ടുള്ള പാട്ടാണ് ഈ പാടിയത്, ഉടനെ തന്നെ മരിച്ചു പോകും. അതുപോലെ തന്നെ വ്രണവികാരങ്ങളെ ഒരിക്കലും ഒരു രോഗിയുടെ മുന്നിൽ ഉന്നയിക്കുവാൻ പാടില്ല. കർത്താവെ ഞങ്ങളുടെ പേരമ്മ പണ്ട് നെല്ല് കുത്തി അരി ആക്കി വിറ്റ് കഷ്ടപ്പെട്ടാണല്ലോ പിള്ളേരെ എല്ലാം വളർത്തിയത്, ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണല്ലോ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ പേരമ്മ ഇതെല്ലാം കേൾക്കുകയാണ്. ഉടനെ പേരമ്മയുടെ ആത്മാവ് എന്താണ്, അയ്യോ ഞാൻ തീർന്നു, ഇറ്റ് ഈസ് മൈ ലാസ്റ്റ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അങ്ങ് ദൈവസന്നിധിയിലേക്ക് പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള വ്രണവികാരങ്ങളൊന്നും നമ്മൾ ഒരു രോഗിയുടെ മുന്നിൽ വെച്ച് നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കണം. സന്ദർഭമനുസരിച്ചുള്ള വാക്കുകളും സന്ദർഭമനുസരിച്ചുള്ള പ്രാർത്ഥനയും നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു രോഗിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത്, മരിച്ച ആളുകളുടെ അടുത്ത് പോയി ആ ജനത്തിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും, അതുപോലെ തന്നെ ആശുപത്രിയിൽ പോയി പ്രാർത്ഥിക്കുന്നതും, ഒരു കൊച്ചിനെ പ്രാർത്ഥിച്ചു വിടുന്നതും, ഒരു കൊച്ചിനെ ജോലിക്ക് പ്രാർത്ഥിച്ചു വിടുന്നതും ഒന്നും എല്ലാ വാക്കുകളും ഒരുപോലെയല്ല
എന്നുള്ളത് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. പ്രയർ ദി സൈൻ ഓഫ് സറണ്ടർ. പ്രാർത്ഥന കീഴ്പ്പെടലിൻ്റെ അനുഭവമാണ്. യേശുക്രിസ്തു അതാണ് പഠിപ്പിച്ചത്. നിങ്ങളുടെ പ്രാബല്യമല്ല ഒരിക്കലും പ്രാർത്ഥനയിൽ ഉരുവിടേണ്ടത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾ കരുതി ജാതികളെപ്പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. അത് എന്ന് പറയുന്നത് ഒരു കീഴ്പ്പെടലിൻ്റെ അനുഭവമാണ്. ദ പ്രയർ ദി സൈൻ ഓഫ് സറണ്ടർ. കീഴ്പ്പെടലിൻ്റെ അനുഭവമാണ്. കർത്താവിൻ്റെ മുന്നിൽ, ദൈവത്തിൻ്റെ മുന്നിൽ എന്നെ തന്നെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അത് ഞാൻ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുന്നു. ഞാൻ ഒന്നുമില്ല എന്ന് ചിന്തിപ്പാനായിട്ട് കഴിയണം. വലിയ വലിയ ഭീകരന്മാരായിട്ടുള്ള ആളുകളെ പോലീസ് കീഴടക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ ഭീകരന്മാർ ആ തോക്കിൻ്റെ മുന്നിൽ നിൽക്കുന്ന പോലീസുകാരൻ്റെ മുന്നിൽ പറയും സറണ്ടർ എന്ന് പറയും. എന്തിനാണ് കാരണം? എന്തിനാണ് പറയേണ്ടത്? ആ സറണ്ടർ എന്ന് പറഞ്ഞില്ലെങ്കിൽ അയാൾ അടുത്ത നിമിഷം വെടിയേറ്റ് മരിക്കും. ഇന്നലെ പേപ്പറിൽ നമ്മൾ കണ്ടല്ലോ, വെടിയേറ്റ് ഒരു കള്ളൻ കൊല്ലപ്പെട്ടു, ബാക്കിയുള്ളവരെ സറണ്ടർ ചെയ്തു, ബാക്കിയുള്ളവരെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചു. ഇതുപോലെ ദൈവസന്നിധിയിൽ വലിയ ഒരു ആപത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് കർത്താവിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുകയാണ്. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ഒരു സറണ്ടറിൻ്റെ അനുഭവമാണ്. ഈ ആരാധന എന്ന് പറയുന്നത് സൈൻ ഓഫ് സറണ്ടർ. അതിൻ്റെ ഫലമായിട്ടാണ് ദേവാലയത്തിൽ വന്ന് നമ്മൾ ദൈവസന്നിധിയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. ഇവിടുത്തെ ഒരുക്ക പ്രാർത്ഥന അനേകം ആളുകൾക്ക് സന്തോഷം നൽകുന്ന പ്രാർത്ഥനയാണ്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞാൻ പല വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച് ദേവാലയത്തിൽ വന്നപ്പോൾ ആ ഒരുക്ക പ്രാർത്ഥനയിൽ കൂടി ഞാൻ പങ്കെടുത്തു. അപ്പോൾ ദൈവം എനിക്ക് സമാധാനം നൽകി. അത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്കാണ് അനുഗ്രഹം നൽകുന്നത്. ആഴ്ചതോറും ദേവാലയത്തിൽ വരുന്നവർക്ക് ലഭിക്കുകയില്ല, വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയില്ല. ചിലർ എന്നെ നോക്കി ഇരിക്കുന്നവരുണ്ട്, ചിലർ ഇങ്ങനെ വളരെ വീക്ഷണത്തോടെ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകൾ ദേവാലയങ്ങളിലുണ്ട്. ഇത് ഒരിടത്ത് മാത്രം കഥയല്ല. ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങിയ സമയം മുതൽ ഞാൻ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ അല്ല, പല പള്ളികളിലും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ എളമ്പ പള്ളിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അനേക പ്രിയപ്പെട്ടവർ നേരത്തെ വന്ന് ഈ പ്രാർത്ഥനയിൽ ഒരുങ്ങി സംബന്ധിക്കുന്നു. അങ്ങനെയുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവം എന്ത് നൽകുന്നത്? അനുഗ്രഹം നൽകുന്നത്. ദ പ്രയർ ദി സൈൻ ഓഫ് സറണ്ടർ. പ്രാർത്ഥന എന്ന് പറയുന്നത് കീഴ്പ്പെടലിൻ്റെ അനുഭവമാണ്. അതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്ന ഒരു സന്ദർഭമാണ്. ഇറ്റ് ഈസ് ദിസ് ടൈം ഓഫ് ഫെയ്ത്ത് അഫർമേഷൻ. പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ടൈം ഓഫ് ഫെയ്ത്ത് അഫർമേഷൻ. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. വിശ്വാസമില്ലാത്തവർക്ക് ഈ പ്രാർത്ഥന ഒരിക്കലും ഉരുവിടാനായിട്ട് സാധിക്കുകയില്ല. ദേവാലയത്തിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ചിലർക്ക് ചിലപ്പോൾ നാണക്കേട് തോന്നാം, ചിലർക്ക് ഒരു ഈഗോയുടെ കോംപ്ലക്സ് പ്രശ്നങ്ങളുണ്ടാകാം, ചിലർ പാഠം വായിക്കും, പ്രസംഗിക്കും, പക്ഷെ പ്രാർത്ഥിക്കാനുള്ള കോംപ്ലക്സ് അവർക്കുണ്ട്. എന്നാൽ അത് ഒരു സറണ്ടറിൻ്റെ കുറവാണ് ജീവിതത്തിലുള്ളത്. ഒരു സൈൻ, ഒരു സറണ്ടർ ഉണ്ടായിരിക്കണം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അറിയാം. എന്നാൽ പ്രാർത്ഥിക്കാനുള്ള അവസരം ഘടിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹൃദയം കിടന്ന് ഇങ്ങനെ പടപടാന്ന് അടിക്കുമോ? സഹോദരന്മാരെ അടിക്കുമോ? അപ്പോൾ ഞാൻ അതിൻ്റെ ഒറ്റമല്ലി നാളെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ശ്വാസം പിടിച്ച് 3 പ്രാവശ്യം നമ്മൾ ശ്വാസം നിലനിർത്തണം. അപ്പോൾ നമ്മുടെ പടപടാൻ അടിക്കത്തില്ല. ഇത് പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, പാഠം വായിക്കാൻ എഴുന്നേൽക്കുമ്പം വിദ്യാഭ്യാസമ്പന്നരായ ചിലരാണെങ്കിലും പറയും പാഠം വായന എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയും. അതുകൊണ്ട് നമ്മളെന്താ വേണം? അത് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ഒരു തെറാപ്പിയാണത്. നമ്മൾ 3 പ്രാവശ്യം നേരത്തെ പള്ളിയിൽ വന്നു, അത് നമ്മളതിനു വേണ്ടി ഒരുക്കപ്പെട്ട് വായിക്കാൻ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കോഴി മുട്ടയിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീടുകളിൽ നിന്നും കോഴി ഇല്ലാത്തതുകൊണ്ട് മുട്ടയിടുന്നില്ല, മുട്ട വാങ്ങിക്കുകയാണ്. നമ്മൾ മെഷീനിൽ വെച്ച മുട്ട വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ കോഴി മുട്ടയിടുമ്പോൾ ആ കോഴിക്കൂട്ടിൽ കോഴി കയറി ആ കച്ചിയൊക്കെ ഒന്ന് കുത്തിപ്പറിച്ച് ആ കോഴി ആ അന്തരീക്ഷവുമായി ഒന്ന് പൊരുത്തപ്പെടും. അതിനുശേഷം അത് മുട്ടയിടും. ഇതുപോലെയാണ് പ്രാർത്ഥിക്കുവാനും ആരാധനയ്ക്കും അസിസ്റ്റ് ചെയ്യാനും വായിക്കുവാനും ഒക്കെ നമ്മൾ തയ്യാറായി വരുമ്പോൾ നമ്മൾ നേരത്തെ ദേവാലയത്തിൽ വന്ന് വളരെ ഒരുക്കത്തോടെ പ്രാർത്ഥിച്ച് ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ സാത്താൻ നമ്മളെ കീഴടക്കുകയില്ല. അല്ലാത്ത നിമിഷം നമ്മൾ എന്ത് ചെയ്യും? സാത്താൻ നമ്മളെ കീഴടക്കും. ഇറ്റ് ഈസ് ദി ടൈം ഓഫ് ഫെയ്ത്ത് അഫർമേഷൻ. ഇൻ പ്രയർ ദർ ഈസ് നോ സ്പേസ് ഫോർ ഡിസപ്പോയിൻറ്റ്മെൻറ്റ്. പ്രാർത്ഥനയിൽ ഒരിക്കലും നിരാശയ്ക്ക് സ്ഥാനമില്ല. ഇൻ പ്രയർ ദർ ഈസ് നോ സ്പേസ് ഫോർ ഡിസപ്പോയിൻറ്റ്മെൻറ്റ്. ഒരിക്കലും നിരാശയ്ക്ക് പ്രാർത്ഥനയിൽ സ്ഥാനമില്ല. നൈരാശ്യം ജീവിതത്തിൻ്റെ അന്തസ്സത്തെയാണോ? നിരാശയുള്ളവർ ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല.
അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റിലിജിയൻ ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും മതമാണ്. ഇവിടെ ജീവിതം അവസാനിക്കുന്നില്ല, പ്രത്യാശയിൽ നിലനിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇന്നളമ്പ പള്ളിയിൽ ഒരുക്കത്തോടെ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രത്യാശയുള്ളവരാണ്. അതുകൊണ്ട് പ്രത്യാശയുടെ ഒരു പാട്ട് നമുക്ക് പാടി അവസാനിപ്പിക്കാം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ, നുദിക്കും പൊന്നുശസ്സേ. പ്രത്യാശയോടിതാ വന്നുദിക്കും പൊന്നുശസ്സേ. ലക്ഷ്യമെല്ലാം കാണുന്നല്ലോ, ലക്ഷ്യമെല്ലാം നിത്യമായ നിത്യമായ നന്ദരൻ. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് സമഗ്രതയുടെ അനുഭവമാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ഹോൾനെസ്. യേശു ക്രിസ്തുവിന് ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു, സമൂഹത്തിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു, യേശു ആയിരുന്ന ദേവാലയത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഇന്ന് നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടൊന്ന് ഓർക്കുമ്പോൾ എളമ്പലുള്ള ഓർത്തഡോക്സ് പള്ളി, മർത്തോമ പള്ളികൾ, മറ്റ് ഇൻഡിപെൻഡൻറ്റ് ചർച്ചസ്, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മയാണ്. എന്നാൽ മെനഞ്ഞാന്ന് മുതലേ നൂറുകണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥനയിലായിരുന്നു. ഇപ്പോൾ ഇതേ സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേക ഭാഷക്കാർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളറിയാത്ത പല ആളുകളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് രൂപാന്തരത്തിൻ്റെ അനുഭവമാണ് പ്രാർത്ഥന. നമ്മളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തുന്നതും മനസ്സാന്തരം നൽകുന്നതുമായിട്ടുള്ള അനുഭവമാണ് പ്രാർത്ഥന. ഹന്നായുടെ പ്രാർത്ഥന അത് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകത എന്തായിരുന്നു? ഹന്ന ഹൃദയനുറുക്കത്തോടെയാണ് പ്രാർത്ഥിച്ചത്. ഹന്നായുടെ പ്രാർത്ഥന ഹൃദയനുറുക്കത്തോടെ ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ പള്ളിയിൽ ധൂപം കാട്ടുവാൻ എനിക്കൊരു മകനെ ലഭിക്കണമേ എന്ന് ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹന്നായുടെ പ്രാർത്ഥന ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥനയാണ്. ഈ ദേവാലയത്തിൽ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന എന്നെ നിങ്ങളെയും ദൈവം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത്. അതുകൊണ്ട് ദൈവം ശ്രദ്ധിച്ചതായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു ഹന്നായുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഉത്തരം കിട്ടിപ്പോയ പ്രാർത്ഥനയാണ്. ഇന്ന് ഈ ദേവാലയം വിട്ടു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം കിട്ടിപ്പോയി എന്ന് പറയുവാൻ നമുക്കിടവരണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പേര് പറഞ്ഞ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്ക് ലഭിച്ച റിപ്പോർട്ടനുസരിച്ച് ഈ ആഴ്ചയിൽ അവരെല്ലാവരും സുഖം പ്രാപിച്ച് ഭവനത്തിൽ വന്നിരിക്കുന്നു, ഭവനത്തിലായിരിക്കുന്നു, വളരെ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത് കേൾക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് യേശു കർത്താവിന് മുന്നിലുള്ള പ്രാർത്ഥന. ഞാൻ തുടങ്ങിയത് എല്ലാ പ്രാർത്ഥനയും ദൈവമുമ്പാകെ ആയിരിക്കണം. അത് ഇറ്റ് ഈസ് എ സൈൻ ഓഫ് സറണ്ടറാണ്. നമ്മുടെ ജീവിതത്തിലെ സമർപ്പണത്തിൻ്റെ അനുഭവമാണ് പ്രാർത്ഥന. അത് സന്ദർഭോചിതമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അത് ദൈവദർശനത്തിൻ്റെ ആഘോഷമാണ്. കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞു. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഡെലിവറൻസ് ആൻഡ് സാൽവേഷൻ. അതുപോലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷാകരമായ ശുശ്രൂഷയുടെ ആ സെലിബ്രേഷനാണ് എന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സെലിബ്രേഷൻ നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകരമായ ആ ദൗത്യത്തിൻ്റെ സെലിബ്രേഷനാണ് പ്രാർത്ഥന. ആ സെലിബ്രേഷനിൽ നമുക്കായിരിക്കാൻ നമുക്കൊരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും